അഞ്ചാം പാതിരയുടെ ഒരപ്പൻ. നമ്മുടെ ചോക്ലേറ്റ് നായകന്റെ തകർപ്പൻ പെർഫോമൻസ് ഒരു രക്ഷയില്ല. പക്കാ ത്രില്ലർ. ഒരച്ഛനാണെങ്കിലും ശരി, ഒരു ഓഫീസറാണെങ്കിലും ശരി, ഇതാണ് നിയമം, ഇതങ്ങനെ വിധിക്കണം, ഇതാണ് വിധി. ഗംഭീരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുഞ്ചാക്കോവൻ്റെ വേറിട്ടൊരു വേഷം എന്ന രീതിയിലാണ് സിനിമയെ സമീപിച്ചത്. പക്ഷേ അതിഗംഭീരമായ കഥയായിരുന്നു സിനിമയ്ക്ക്. തിരക്കഥ എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ത്രില്ലർ പോലീസ് സ്റ്റോറിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു കഥ എഴുത്ത് നല്ല രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലന്മാരുടെ ഗ്യാങ്ങും വിശാഖ് നായരും ടീമും അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കുഞ്ചാക്കോയുടെ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്ന പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ജെ എക്സ് ബിജിയുടെ BGM എടുത്തു വരേണ്ടതാണ്. ത്രില്ലർ പടത്തിന് വേണ്ട ആ രീതിയിലുള്ള BGM കൊടുത്തിട്ട് പടം എന്തായാലും ഹെവി ഡ്യൂട്ടി ആയിരിക്കും. അതിഗംഭീര പെർഫോമൻസ് ആണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. കുഞ്ചാക്കോവിന് നിങ്ങൾ ഈ ലെവലിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്നെ കൈഡി കൊടുത്താലും മതിയാവില്ല. കാരണം വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ്, ആ ഒരു വന്ന് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു സ്റ്റൈല്, ഫസ്റ്റ് എൻട്രി സീൻ തന്നെ ഉണ്ടല്ലോ, കയ്യടിക്കാനുള്ളൊരു പവർ പുള്ളി തന്നിട്ടുണ്ട്. നിലവിലാമ്പൂഞ്ചിയുടെ ഡയറക്ടറുടെ പടമാണ്, മാർട്ടിൻ ബർക്കാറിൻ്റെ പ്രൊഡ്യൂസറാണ്. ജെ എക്സ് ബിജോയ് നിങ്ങളൊരു അസാധ്യ മോഡലാണ് കേട്ടോ. ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു പടം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം. അതിനുള്ള എല്ലാ ഐറ്റംസ് ഈ പടത്തിലുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെ ഉറപ്പിച്ചത്, എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ കാണും. അഞ്ചാം പാതിരയുടെ ഒരപ്പൻ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ സ്റ്റോറി, ഡയറക്ഷൻ, BGM, കാസ്റ്റിംഗ് എല്ലാം ഒന്നിനൊന്ന് വളരെ മികച്ചതായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും അവർ ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം അവർ ജീവിക്കുകയായിരുന്നു, ആ കഥാപാത്രങ്ങളായിട്ട് അവർ ജീവിക്കുകയായിരുന്നു. കാരണം പ്രിയാമണിയുടെയൊക്കെ ഒരു നല്ലൊരു തിരിച്ചുവരവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ചാക്കോച്ചനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനെ കാണാൻ കഴിഞ്ഞു. നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഇത്രയും തോന്നിയില്ലായിരുന്നു. പക്ഷെ ചാക്കോച്ചനെ അടി തകർത്തു. ഫുള്ള് ചാക്കോച്ചനെ അഴിഞ്ഞാട്ടാണ് പടം മൊത്തം. പിന്നെ വില്ലന്മാരെ എടുത്ത് പറയാനില്ല, വില്ലന്മാരെല്ലാം സൂപ്പർ. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. സൂപ്പർ പടമാണ്. പടം മൊത്തത്തിൽ ഒന്നുകൂടി കാണണമെന്നുണ്ട്. ഇനിയും ഒന്നുകൂടി കാണണമെന്നുണ്ട്. അടുത്ത ഷോയ്ക്ക് കയറണമെന്നുണ്ട്. സൂപ്പർ. അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ നമ്മൾ അങ്ങനെ ത്രില്ലർ പടം പലതും കണ്ടിട്ട്, ഇപ്പോൾ നമ്മളെ ആസിഫലിയുടെ മുൻ പടങ്ങളൊക്കെ വന്നല്ലോ, ഒന്നുമില്ല ഇതിനെ വെച്ച്. അത്ര പടം സൂപ്പർ. ഇത് ഈ വർഷത്തെ ഏറ്റവും നല്ല അടിപൊളി മൂവിയാണ്. ഈ വർഷത്തെ പടം ഇറങ്ങിയിലെ ഏറ്റവും നല്ല മൂവി ഇതാണ്. അത്ര ത്രില്ലടിപ്പിച്ച് കാണാൻ ഒരു പ്രാവശ്യം കാണണമെന്നുണ്ട്. കയറി ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്ത് കാണണമെന്നുണ്ട്. ഒരു രക്ഷയില്ല. പടം നല്ല പടം. കുഞ്ചാക്കോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വില്ലന്മാർ എല്ലാവരും അടിച്ച് തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒന്നാളെ കാണണം പടം. വേറെ റേഞ്ച് കൊടുക്കുന്നത് ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക സെറ്റപ്പിലെ പടം പോകണം. എല്ലാം അടിപ്പിച്ചുകൊണ്ട് പോകണം. ഒരു രക്ഷയില്ല. സൂപ്പറും. ഇതുവരെയുള്ള ക്യാരക്ടറിൽ വെച്ച് നോക്കുവാണെങ്കിൽ, ഇതുവരെ ചെയ്ത പടങ്ങളിലെ ഒരു ഓഫീസറുടെ പടത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് തന്നെ പൊളി. കാര്യം കുഞ്ചാക്കോ നല്ല ഗൗരവത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല പക്വതയായ റോൾ ചെയ്തിട്ടുണ്ട്. എത്ര പ്രായമുള്ള കുട്ടിയുടെ അച്ഛനായിട്ട് മാത്രമല്ല, ആ ഓഫീസർ ഒരു പൗരുഷമുണ്ട്. അത് കറക്റ്റായിട്ട് മീറ്റർ ചെയ്തിട്ടുണ്ട്. തുടക്കം തന്നെ കാണാൻ പറയാം കുഞ്ചാക്കോ പുലിയാണ്. നല്ല കിടിലം പോകണം. നല്ല ക്ലൈമാക്സ് ആണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. കുഞ്ചാക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ചാക്കോനെ മാസൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈറ്റ് ഇച്ചിലൂടെ കുഞ്ചാക്കോന് പ്രാധാന്യം കൊടുക്കാന്നാണ് എൻ്റെ അഭിപ്രായം. പടം സൂപ്പറാണ്. കിടിലം പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ കൊമേഴ്ഷ്യൽകാർ ഭയങ്കര കൂടുതലുണ്ട്. എളുപ്പം തോന്നി അല്ലേ? ഭയങ്കര എൻ്റർടൈനിങ്